വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരികയും കൂട്ടി രാജീവ് കുളത്തൂർ മനയിലേക്ക് എത്തുകയാണ്. അന്നേരം അതുവരെ ശാരികയോട് രാജീവ് കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ രാജീവിനോട് ശാരിക ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എവിടേക്കാണ് പോകുന്നതെന്ന്. അന്നേരം എത്തട്ടെ പറയാമെന്നാണ് രാജീവ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേസമയം മനയിലേക്ക് എത്തുമ്പോൾ പുറത്ത് കുറുപ്പ് സാറ് നിൽക്കുന്നത് കണ്ട് കുറുപ്പ് സാറ് എന്താ ഇവിടെയെന്നും പറഞ്ഞ് ശാരിക ഓടിച്ചെല്ലുന്നുണ്ട്. അന്നേരം ശ്യാമയൊക്കെ അകത്തുണ്ട് എന്നും പറയുകയാണ് കുറുപ്പ് സാറ്. തുടർന്ന് ശാരിക അകത്തേക്ക് പോവുകയാണ്. അന്നേരം ശ്യാമ ആകെ കരഞ്ഞ് തളർന്നു നിൽക്കുമ്പോൾ വല്യേച്ചിന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ശാരികയെ കാണുമ്പോൾ ശ്യാമ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ്. അന്നേരം എന്താടി എന്നും പറഞ്ഞ് ശാരിക കാര്യങ്ങൾ തിരക്കുമ്പോൾ അമ്മയ്ക്ക് എന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ ശ്യാമ പറയുകയാണ്. ഇതേസമയം പുറത്ത് രാജീവിനോട് കുറുപ്പ് സാറ് ശാരികയോട് കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ലേന്ന് ചോദിക്കുകയാണ്. ഞാൻ വിളിച്ചിരുന്നു, എത്താൻ വൈകിയപ്പോഴാണ്. എന്തുപേക്ഷിച്ചും ശാരദാമ്മയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു എന്ന് അറിഞ്ഞാൽ എന്തുപേക്ഷിച്ചും ശാരിക വരുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ രാജീവിനെ വിളിച്ചതെന്ന്. അന്നേരമാണ് രാജീവും കാര്യങ്ങളൊക്കെ കുറുപ്പ് സാറിനോട് പറയുന്നത്. മോളെ, ഞാൻ കാര്യങ്ങൾ അറിഞ്ഞില്ല, അറിയാൻ വൈകിപ്പോയി എന്നും പറഞ്ഞ് ശ്യാമയുടെ കൈയും പിടിച്ച് നിന്നങ്ങ് കരയുകയാണ് ശാരിക. ഈ ബഹളങ്ങളൊക്കെ പുറത്തു നിന്ന് കുറുപ്പ് സാറും രാജീവും ഒക്കെ കേൾക്കുന്നുണ്ട്. തുടർന്ന് രാജീവ് ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ശാരികയുടെയും ശ്യാമയുടെയും അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. തുടർന്ന് രാജീവിനെ കാണുമ്പോൾ ശാരികയ്ക്ക് കൂടുതൽ സങ്കടമാവുകയാണ്. സാറേ എന്നും പറഞ്ഞ് വീണ്ടും രാജീവിൻ്റെ കൈ പിടിച്ച് നിന്ന് കരയുകയാണ് ശാരിക. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ശാരിക ആശ്വസിപ്പിക്കാനായിട്ട് രാജീവ് ശ്രമിക്കുന്നുണ്ട്. ഇതേസമയം ഗോപാലകൃഷ്ണനെ വിവരം അറിയിച്ച് രാജി തിരികെ എത്തുന്നുണ്ട്. അന്നേരം വിവരം അറിയിച്ചോ, വരുന്ന കാര്യം പറഞ്ഞോ എന്നൊക്കെ കുറുപ്പ് സാറ് ചോദിക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല എന്ന് രാജി പറയുകയാണ്. ചിലപ്പോൾ ആളുകളെ അഭിമുഖീകരിക്കാൻ പ്രയാസമുണ്ടായിരിക്കും എന്ന് പറഞ്ഞു നിൽക്കുകയാണ് കുറുപ്പ് സാറും. തുടർന്ന് രാജീവ് കുറുപ്പ് സാറിനോട് ചോദിക്കുകയാണ്, പാമ്പ് കടിയേറ്റ ശാരദാമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഇവിടേക്ക് കൊണ്ടുവന്ന ബുദ്ധി കുറുപ്പ് സാറിൻ്റേത് കൂടിയാണോ? ഇത് 21-ാം നൂറ്റാണ്ടാണ്. ലാടവൈദ്യന്മാരുടെയും വിഷഹാരികളുടെയും കാലമൊന്നുമല്ല. മോഡേൺ ചികിത്സയാണ് വേണ്ടത്. ശാരദാമ്മയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ശാരദാമ്മയുടെ മൂത്ത മരുമകനാണ് ഞാൻ, അപ്പോൾ മകൻ്റെ സ്ഥാനമാണ്. ഇതെൻ്റെ തീരുമാനമാണ്. തിരുമേനിയോട് വിളിച്ച് കാര്യങ്ങൾ പറയ് എന്നൊക്കെ കുറുപ്പ് സാറിനോട് രാജീവ് പറയുന്നുണ്ട്. അന്നേരം സാർ അതെന്നും പറഞ്ഞ് ശ്യാമയും നിൽക്കുകയാണ്. അന്നേരം ശ്യാമയോട് പറയുകയാണ്, നിനക്കൊന്നും അറിയില്ല, നീ കുട്ടിയാണ്, എത്രയും പെട്ടെന്ന് നമുക്കിവിടെ ശാരദാമ്മയെ മാറ്റണം, ഞാൻ കാര്യങ്ങൾ പറയാം എന്നും പറഞ്ഞ് തിരുമേനിയുടെ അടുത്തേക്ക് രാജീവ് കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുമ്പോഴാണ് മക്കളെന്ന് വിളിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ അവിടേക്ക് വരുന്നത്. അന്നേരം ഗോപാലകൃഷ്ണനെ കണ്ട് അച്ഛാന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശ്യാമയും പിന്നെ ശാരികയും കൂടി ചേർന്ന്. അന്നേരം തുടർന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച ശേഷം എനിക്കൊന്ന് കാണണം കുറുപ്പ് സാറ് എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ അവിടെയാണെന്നും പറഞ്ഞ് അകത്തേക്ക് കുറുപ്പ് സാറ് ചൂണ്ടിക്കാണിക്കുകയാണ്. തുടർന്ന് വീണ്ടും രാജീവ് പറയുന്നുണ്ട് ശാരദാമ്മയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന്. അന്നേരം കുറുപ്പ് സാർ പറയുകയാണ്, വരട്ടെ രാജീവേ, ശാരദാമ്മയുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ടല്ലേ രാജീവ് അവിടുത്തെ മരുമകനായത്. ശാരികയടക്കം 3 മക്കളുടെ അച്ഛനാണ് ദേ അകത്തേക്ക് പോയത്. തീരുമാനം അയാൾ എടുക്കട്ടെ എന്ന്. അന്നേരം കുറുപ്പ് സാർ പറഞ്ഞത് കേട്ട് ഒന്ന് അടങ്ങി നിൽക്കുന്നുണ്ട് രാജീവ്. ഇതേസമയം ശാരദാമ്മയുടെ അബോധാവസ്ഥയിലുള്ള ആ കിടപ്പ് കണ്ട് ആകെ സങ്കടപ്പെടുകയാണ് ഗോപാലകൃഷ്ണൻ. കട്ടിലിനടുത്തേക്ക് കാൽമുട്ടിൽ ഇരുന്ന ശേഷം തറയിൽ ഇരുന്ന ശേഷം, അപ്പോൾ നീ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടായിരുന്നല്ലേ ആ കാൽക്കൽ പിടിച്ച് മാപ്പ് പറയാനുള്ള അവസരം പോലും നീ എനിക്ക് തന്നില്ല അല്ലേ എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ഇരുന്ന് കരയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഗോപാലകൃഷ്ണൻ ഒരിക്കൽ ആക്സിഡൻറ്റിൽ പെട്ടപ്പോൾ ശാരദാമ്മ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴും പിന്നീട് അതിന് ശേഷം രാജേശ്വരി തനിക്ക് വിഷം തന്നപ്പോൾ വൈദ്യൻ്റെ അടുത്ത് എത്തിച്ചതും താലി കാക്കാൻ വേണ്ടി കനിവുണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് വൈദ്യനോട് യാചിച്ചതും ഒക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഗോപാലകൃഷ്ണൻ ഓർക്കുന്നുണ്ട്. തിരിച്ചു വാ ശാരദ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയെ കുലുക്കിയൊക്കെ വിളിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ. എന്നിട്ട് അധികാരമില്ല, എന്നാലും അവസാനത്തെ അവകാശമായിട്ട് ഞാനത് പ്രയോഗിക്കുകയാണ് എന്നും പറഞ്ഞ് ശാരദാമ്മയുടെ നെറ്റിയിലൊരു മുത്തം കൊടുക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ. എന്നിട്ട് ഗോപാലകൃഷ്ണൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ്റെ കഴുത്തിലെ മാല ശാരദാമ്മയുടെ താലിമാലയിൽ ഉടക്കുന്നുണ്ട്. അന്നേരം അത് ഇങ്ങനെ ആ 2 മാലയും കയ്യിൽ പിടിച്ച ശേഷം മുമ്പൊരിക്കൽ ഗോപാലകൃഷ്ണൻ ശാരദാമ്മയുടെ താലിമാല പൊട്ടിക്കാൻ നോക്കിയ രംഗം ഓർത്തിട്ട് ഇല്ല, ഞാൻ പൊട്ടിക്കില്ല എന്ന് പറഞ്ഞിട്ട് പതിയെ ആ കുരുക്ക് അഴിച്ചെടുക്കുകയാണ്. ഞങ്ങളെ വിട്ട് നീ പോവല്ലേ ശാരദേ, അതിന് നിനക്ക് കഴിയില്ല എന്നും പറഞ്ഞ് വീണ്ടും ശാരദാമ്മയുടെ കൈ പിടിച്ച് അങ്ങ് പൊട്ടി കരഞ്ഞ ശേഷം തറയിലേക്ക് തന്നെ ചുവരിലേക്ക് ചാരിയിരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ അവിടെ തന്നെ.
തുടർന്ന് തിരുമേനിയും ശാരദയുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം ഗോപാലകൃഷ്ണനെ കണ്ട് ഇതാരാന്ന് തിരക്കുമ്പോൾ ഞാൻ ശാരദയുടെ ഭർത്താവാണ് എന്ന് പറയുകയാണ്. തുടർന്ന് വേണ്ടപ്പെട്ടവർ ചികിത്സാ രീതി അറിയിക്കണം, ആയുസ്സറ്റവരെ ചികിത്സയ്ക്ക് എടുക്കരുത് എന്നാണ് നമ്മുടെ മുൻഗാമികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ കുളത്തൂർ മനയ്ക്ക് മാനക്കേടാവുകയാണ്. അതുകൊണ്ട് ഞാനൊരു അവസാന അറ്റകൈ പ്രയോഗം പരീക്ഷിക്കാൻ പോവുകയാണ്. വിഷക്കല്ല് ചികിത്സ എന്ന് പറയുമ്പോൾ തിരുമേനിന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് രാജേന്ദ്രനും. അന്നേരം തിരുമേനി പറയുകയാണ്, അതേ രാജേന്ദ്ര, ഇനി എവിടെ കൊണ്ടുപോയാലും ഇത്രത്തോളം ജീവനും തിരികെ കിട്ടില്ല. അവസാനം ഞാനത് പ്രയോഗിക്കാൻ പോകുന്നു. ഒരു കല്ല് മുറിവിൻ്റെ ഭാഗത്തേക്ക് വയ്ക്കും. അപ്പോൾ അത് വിദ്യ പ്രയോഗിക്കുമെങ്കിൽ ആ വിഷമെല്ലാം കല്ല് വലിച്ചെടുക്കും. പിന്നീട് ആ കല്ല് താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചികിത്സ മുഴുവിക്കാൻ പറ്റുമെന്ന് ഗോപാലകൃഷ്ണൻ എനിക്കൊരു വാക്ക് തരണം. മുഴുവിപ്പിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ വിഷഹാരിയുടെ കുടുംബത്തിനെയും അത് ബാധിക്കും. വിഷഹാരിയുടെ കുടുംബം അന്യം നിന്നുപോയ അവസ്ഥ വരെയുണ്ട്. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ വാക്ക് തരണം എന്ന് പറയുമ്പോൾ തിരുമേനി ചികിത്സ തുടങ്ങിക്കോളൂ. ഇനി ശാരദയുടെ കാര്യത്തിലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ വാക്ക് തരുന്നുവെന്ന് തിരുമേനിയോട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. തുടർന്ന് തിരുമേനി അതിങ്ങ് എടുത്തോളൂ എന്നും പറഞ്ഞ് രാജേന്ദ്രനോട് പറഞ്ഞ ശേഷം രാജേന്ദ്രൻ കൊണ്ടുവന്ന ആ കല്ല് ശാരദാമ്മയുടെ മുറിവിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് നാഗദൈവങ്ങളെയൊക്കെ വിളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇടയ്ക്ക് കാട്ടുവഴിയിലൂടെ നടന്നു വരുന്ന ശാലിനിയെ കാണിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് കമലൻ. അന്നേരം ആശാൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വനമൂർത്തി ക്ഷേത്രത്തിലേക്ക് സുസ്മിതയെ കൂട്ടി ശാലിനി പോയിരിക്കുകയാണ്. തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞാൻ പോവുകയാണെന്ന്. അന്നേരം ആശാനെ ഒരു ദുഃഖവാർത്തയുണ്ട്. ശാരദമ്മയെ പാമ്പ് കടിച്ചു എന്ന് ആകെ വെപ്രാളത്തോടു കൂടി കമലൻ പറയുന്നുണ്ട്. അത് കേട്ടങ്ങ് ഒരു നിമിഷം മന്ദം വിട്ട് ഫോണും കൊണ്ടിരിക്കുകയാണ് വിഷ്ണു. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.